പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. മലപ്പുറം ഏരിയ ആയിരിക്കും. എനിക്കറിഞ്ഞൂടെ. ഭീമാപ്പള്ളിയല്ലേ? പാലോട് വരുന്നു. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ജുവൽസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാലൂർ കാവിലാണ്. ഇവിടെ ഇന്ന് ഈ ഉത്സവ ലഹരിയിൽ ഇന്ന് അവസാന ദിവസമാണ്. ഈ കാർത്തിക തൊഴാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യത്തെ ഉത്സവമാണ് തിരുരാലൂർ കാവിലെ ഈ ഒരു കാർത്തിക ഉത്സവം. അപ്പോൾ ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനമാണ്. അലീന ഫാഷൻ ജ്വല്ലറിയുടെ സഹോദര സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പട്ടണമേത്? സ്ഥലം. പുരാതന കാലത്ത് മുസ്രിസ് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷത്ര ജുവൽസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ വലിയ ശേഖരമുണ്ട്. അലീന ഫാഷൻ ജ്വല്ലറിയുടെ സഹോദര സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം. അറിയത്തില്ല. പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? മുസ്ലിംസ് എന്ന് പറയപ്പെട്ട മുസ്ലിങ്ങൾ. മുസ്ലിംസ് എന്ന് പറഞ്ഞ മുസ്രിസ് ഒരു സ്ഥലത്തിന്റെ പേരായിരുന്നു. അറിയത്തില്ല. മുസ്ലിംസ് എന്ന് പറയാൻ അറിയത്തില്ല. ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ടായിരിക്കും, മറ്റേ മലപ്പുറം ഏരിയ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയാൻ വയ്യ. പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? എനിക്കറിഞ്ഞൂടെ. പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവര് പറയും. അറിയില്ല. അറിയാമോ? പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? മുസ്ലിമിന്റെ സ്ഥലം. പുരാതന കാലത്ത് പണ്ട് കാലത്ത് മുസ്രിസ് എന്ന പേരിൽ ഒരു സ്ഥലം അറിയപ്പെട്ടിരുന്നു. അത് ഏതായിരുന്നു? ഇന്നത്തെ ഏത് സ്ഥലം? ഞങ്ങള് ക്രിസ്ത്യാനിയാണെങ്കിൽ ഇസ്ലാം. ഇല്ല, ഇത് യെരുശലേം. എങ്ങനെയുണ്ട്? അമ്മയെ കണ്ട് തൊഴുതായിരുന്നോ? തൊഴുതു. സന്തോഷം തന്നെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്നൊരു മനോഹരമായ സമ്മാനമുണ്ട്. ഉത്സവം പ്രമാണിച്ച് നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഭീമാപ്പള്ളിയല്ലേ? ഭീമാപ്പള്ളിയല്ല. പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? പണ്ട് കാലത്ത്. അപ്പോൾ നക്ഷത്ര ജുവൽസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പുരാതന കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? അറിയില്ല. സ്കൂളിൽ പഠിക്കാം. നെടുമ്പറമ്പിൽ തന്നെ. കിളിമാനൂര്. അപ്പോൾ ഈ സ്ഥലം ഏതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പണ്ട് കാലത്ത് മുസ്രിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊടുങ്ങല്ലൂരാണ്. കേട്ടിട്ടുണ്ടോ? കൊടുങ്ങല്ലൂരാണ് മുസ്രിസ് എന്ന പേരിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക്, റോമൻ, അറബിക് വ്യാപാരികൾ എത്തി വ്യാപാരം നടത്തിയിരുന്ന വലിയൊരു തുറമുഖ പട്ടണമായിരുന്നു, വ്യാപാര കേന്ദ്രമായിരുന്നു മുസ്രിസ്. പിന്നീടുണ്ടായ വലിയൊരു പ്രളയത്താൽ ആ ഒരു വ്യാപാര കേന്ദ്രം നശിച്ചു എന്നതാണ് നമുക്ക് രേഖകളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.